വൈദികന്റെ നഗ്നതാ പ്രദർശനവും ഒളിഞ്ഞുനോട്ടവും പൊറുതിമുട്ടി വനിതാ ഹോസ്റ്റൽ അന്തേവാസികൾ. CSI മലബാർ ഡയോസിസിലെ പ്രധാന പള്ളികളിലൊന്നായ കോഴിക്കോട് CSI കത്തീഡ്രലിലെ ചെയർമാനായ പുരോഹിതനെതിരെ താമസ സ്ഥലത്തിന് പുറകിലുള്ള വനിതാ ഹോസ്റ്റലിലെ അന്തേവാസികൾ രംഗത്ത്. പതിവായി നഗ്നതാ പ്രദർശനം നടത്തുകയും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്യുന്നു എന്ന് കാണിച്ച് സഹികെട്ട് അവർ പള്ളി കമ്മിറ്റിക്ക് പരാതി നൽകി. ഹോസ്റ്റൽ വാർഡൻ PT ജോർജ് എന്ന വൈദികനെതിരെയാണ് പള്ളി കമ്മിറ്റിക്ക് രേഖാമൂലം 2024 ഏപ്രിൽ 20 പരാതി നൽകിയത്. ആ പരാതി ഇപ്രകാരമായിരുന്നു. ബഹുമാനപ്പെട്ട പള്ളി കമ്മിറ്റിക്കാർക്ക്, ഏതാണ്ട് 20ഓളം പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ഹോസ്റ്റലിന് എതിർവശം താമസിക്കുന്ന PT ജോർജ് എന്ന അച്ഛനിൽ നിന്ന് വളരെ മോശമായ പെരുമാറ്റമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അച്ഛൻ നഗ്നത പ്രദർശിപ്പിക്കുകയും സദാസമയം ഹോസ്റ്റലിലേക്ക് നോക്കി നിൽക്കുകയും കുട്ടികളെ നോക്കി സ്വയംഭോഗം ചെയ്യുകയും ചെയ്യുന്നു. ഇത് സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇയാൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അല്ലാത്തപക്ഷം ഞങ്ങൾക്ക് പോലീസിലും വനിതാ സെല്ലിലും പരാതിപ്പെടേണ്ടി വരും. ഒരു പുരോഹിതന് എതിരെ പോലീസ് കേസ് വരുന്നത് നമ്മുടെ സഭയ്ക്ക് മോശമാകുമല്ലോ. കുട്ടികളുടെ കയ്യിൽ ഫോട്ടോയും വീഡിയോയും അടങ്ങുന്ന തെളിവുകൾ ഉണ്ട്. ആയതിനാൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വാർഡൻ ഹോസ്റ്റൽ 20/4/2024 കോഴിക്കോട്. തെളിവുകളടക്കം രേഖാമൂലം പരാതി ലഭിച്ചതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെ മലബാർ ഡയോസിസ് ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ ഏപ്രിൽ 25 തന്നെ അദ്ദേഹത്തെ 2 മാസക്കാലത്തേക്ക് അന്വേഷണവിധമായി മാറി നിൽക്കുവാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകി. ചുരുക്കം പറഞ്ഞാൽ ബിഷപ്പ് ഈ നടപടിയിലൂടെ ഈ വിഷയം ഒരു പോലീസ് കേസ് ആക്കുന്നത് തടയുകയായിരുന്നു. ആ കത്ത് ഇപ്രകാരമായിരുന്നു. ഓർഡർ ദ റവറൻഡ് PT ജോർജ്, വികാർ ആൻഡ് ചെയർമാൻ, CSI കത്തീഡ്രൽ, കോഴിക്കോട്. ഡിയർ അച്ഛൻ, സബ്ജക്ട് കംപ്ലൈന്റ് റിസീവ്ഡ് ഫ്രം ദ വാർഡൻ ഹോസ്റ്റൽ. റഫറൻസ് letter from the secretary, pastorate committee, CSI Cathedral, Kozhikode. Consequent to the primary inquiry conducted on a complaint received in this office, connected with your misbehavior, following orders are issued with immediate effect. You are advised to enter on compulsory leave for 60 days with effect from 25th April 2024. You are directed to hand over charges of cathedral to Reverend Jacob Daniel. You are directed to hand over charge of manager, Diocesan unaided schools to Reverend C.K. Shine. You are directed to vacate the parsonage before 30th April 2024. Further action in this matter will be finalized after getting the inquiry report in this matter from the concerned inquiry commission. You are requested to cooperate with the inquiry commission with regards. Right Reverend Dr. Royce Manoj Victor, Bishop in CSI Diocese of Malabar. ഇതിനു മുമ്പും ഈ ഞരമ്പ് പാതിരിക്കെതിരെ സമാനമായ പരാതികൾ ഉയർന്നിരുന്നു. 2017 സുൽത്താൻ ബത്തേരി സെയിന്റ് തോമസ് CSI പള്ളിയിലെ വികാരിയായിരിക്കുമ്പോൾ ഇടവകയുടെ അധീനതയിലുള്ള ബദേൽ വനിതാ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും PT ജോർജ് പാതിരിക്കെതിരെ പരാതി നൽകിയിരുന്നു. അന്നും ഒരു പ്രഹസന അന്വേഷണ കമ്മീഷനെ സഭ വെക്കുകയും അന്വേഷണത്തിൽ പാതിരി മ്ലേച്ഛകരമായ പല കാര്യങ്ങളും ചെയ്തു എന്ന മൊഴിയിൽ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ ഉറച്ചു നിന്നു. എങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇദ്ദേഹം ജനലിലൂടെയും കതകിനിടയിലൂടെയും ഒളിഞ്ഞു നോക്കുമെന്നും പെൺകുട്ടികൾ അലക്കുന്നിടത്ത് വന്ന് ഒളിഞ്ഞു നോക്കുമെന്നും ആവശ്യമില്ലാതെ അടുക്കളയിൽ കയറി വിരകുമെന്നും അവരുടെ പരാതിയിൽ പറയുന്നു. അന്ന് ഈ ഞരമ്പൻ പാതിരിക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കുകയോ ചികിത്സിപ്പിക്കാൻ കൊണ്ടുപോവുകയോ ചെയ്യാതെ ഇദ്ദേഹത്തെ അതിലും നല്ല മറ്റൊരു പള്ളിയിലേക്ക്, കോഴിക്കോട് ഫറൂഖ് പള്ളിയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. അവിടെ നിന്നുമാണ് CSI മലബാർ ഡയോസിസിന്റെ ആസ്ഥാനമായ കോഴിക്കോട് മാനാഞ്ചിറ കത്തീഡ്രലിലേക്ക് ചെയർമാൻ എന്ന ഉയർന്ന പദവി നൽകി നിയമിച്ചത്. ഈ തരത്തിലുള്ള സ്വഭാവദൂഷ്യത്തിന് പലതവണ പിടിക്കപ്പെട്ടെങ്കിലും ബിഷപ്പ് റോയ്സ് മനോജ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായതിനാൽ ഈ ഞരമ്പ് പാതിരിയെ സംരക്ഷിക്കുകയായിരുന്നു. വയനാട് ബത്തേരി വനിതാ ഹോസ്റ്റൽ പരിസരത്ത് നഗ്നതാ പ്രദർശനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പിടികൂടിയെങ്കിലും ബിഷപ്പ് റോയ്സ് മനോജ് ഈ പാതിരിയെ സ്ഥലം മാറ്റി സംരക്ഷിക്കുകയായിരുന്നു. 9ഓളം പെൺകുട്ടികളുടെ പരാതികൾ പൂഴ്ത്തിവെച്ചാണ് അന്ന് ബിഷപ്പ് ഇദ്ദേഹത്തെ സംരക്ഷിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ ഈ ഞരമ്പ് പാതിരിയുടെ ഹീനപ്രവർത്തികൾക്ക് ഇരയായി എന്നിരിക്കെ പോക്സോ നിയമമനുസരിച്ച് ഈ ക്രൈം പോലീസ് റിപ്പോർട്ട് ചെയ്യാത്ത ബിഷപ്പടക്കം അകത്തു പോകുന്ന കേസാണിത്. ബത്തേരിയിൽ വെച്ച് ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ ഇദ്ദേഹത്തെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചതുകൊണ്ടാണ് മാനാഞ്ചിറയിലെ ഹോസ്റ്റൽ നിവാസികൾക്ക് ഇപ്പോൾ ഈ ദുരനുഭവം ഉണ്ടായത്. 2 മാസം കഴിഞ്ഞെങ്കിലും ഈ ഞരമ്പൻ പാതിരിക്കെതിരെ യാതൊരു നടപടിയും സഭ എടുത്തിട്ടില്ലെന്നും വിശ്വാസികൾ ITV ന്യൂസിനോട് പറയുന്നു. സ്കൂളുകളുടെ ചുമതല വരെ ബിഷപ്പ് ഈ ഞരമ്പൻ പാതിരിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ബിഷപ്പിന്റെ ഇത്തരം ഏകാധിപത്യപരമായ ചെയ്തികളെ എതിർക്കുന്ന വിശ്വാസികളെ ദീർഘവർഷത്തേക്ക് സഭയിൽ നിന്നും പുറത്താക്കി പ്രതികാരം ചെയ്യുകയാണ് പതിവെന്ന് വിശ്വാസികൾ ITV ന്യൂസിനോട് പ്രതികരിച്ചു. റോഷി അഗസ്റ്റിൻ എന്ന വിശ്വാസിയുടെ വാക്കുകൾ കേൾക്കുക. ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയാം.
ഇത് കോഴിക്കോട് പിന്നെ CSI മാനാഞ്ചിറ കത്തീഡ്രൽ കോഴിക്കോടുള്ള ഫേമസ് പള്ളിയാണ്. CSIയുടെ മലബാർ ഡയോസിസിന്റെ കത്തീഡ്രൽ പള്ളിയാണത്. ആ പള്ളിയിലുള്ള പിന്നെ മെയിൻ വികാരി ഈ ആഭാസത്തരം ചെയ്തു വെച്ചത്. ഈ വൈദികന്റെ പേരെന്താണ്? ഈ വൈദികന്റെ പേര് പിന്നെ PT ജോർജ്. അവിടുത്തെ ഇടവക വികാരിയായിരുന്നു ഇയാള്. മെയിൻ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. അതിന്റെ മുഴുവൻ ചാർജുള്ള ആളെ ചെയർമാൻ എന്നാ പറയാ. പിന്നെ ഇദ്ദേഹത്തിന്റെ കീഴില് 1-2 പേര് അസിസ്റ്റൻസ് ആയിട്ടുണ്ടാവും. വലിയ പള്ളി എന്ന് വെച്ചാൽ ഇത് മെയിൻ കത്തീഡ്രൽ പള്ളിയാണ്. പണ്ട് CSIയുടെ നോർത്ത് കേരള മഹാ ഇടവക എന്ന് പറഞ്ഞിട്ട് അങ്ങ് മൂന്നാറ്, എറണാകുളം, തൃശ്ശൂര്, വയനാട്, പിന്നെ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര് എന്ന സ്ഥലങ്ങളിലൊക്കെ പള്ളികൾ ഉണ്ടായിരുന്ന ഈ നോർത്ത് കേരള ഡയോസിസ് അത് വിഭജിച്ച് കൊച്ചിൻ ഡയോസിസും മലബാർ ഡയോസിസും ആക്കി മാറ്റി. അപ്പൊ ആ സമയത്തുള്ളത് മുതലുള്ള മെയിൻ കത്തീഡ്രൽ പള്ളിയാണിത്. എത്ര വയസ്സുള്ള പാതിരി? ഒരു 55-60 വയസ്സിന്റെ അടുത്തുണ്ടാവും. മക്കളൊക്കെ ഉണ്ടോ? മക്കൾ വലിയ മകളുണ്ട്, കല്യാണം കഴിച്ചു, അതൊക്കെ ഉണ്ട്. ഭാര്യ ടീച്ചറാണ്. അപ്പൊ ഈ പുള്ളി അതിന്റെ കോമ്പൗണ്ടിന്റെ പിറകില് പാർസനേജിന്റെ പിന്നെ കോമ്പൗണ്ട് വാളിന്റെ പിറകില് പുറത്തുള്ള ഒരു വാർഡനാണ്. ഒരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. ഹോസ്റ്റൽ എന്നാണ് അതിന്റെ പേര്. സഭയുടെ ഹോസ്റ്റലാണ്? അതല്ല, സഭയുടെ ഹോസ്റ്റൽ. അത് പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നതാണ്. അപ്പൊ അവിടെ സ്ത്രീകളെ നോക്കിയിട്ട് പല അഭ്യാസം നടത്തുകയൊക്കെ ചെയ്യുക. പിന്നെ ആ ഒരു പരാതി കണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താ അയാളെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള പരാതി? എന്താ? സ്ത്രീകളെ നോക്കിയിട്ട് ഈ ഗോഷ്ഠി കാണിച്ചെന്നാണ് പരാതി. അതാണ് പള്ളി കമ്മിറ്റിയെ ആ വാർഡൻ അറിയിച്ചിരിക്കുന്നത്. പള്ളി കമ്മിറ്റി ഉടൻ തന്നെ പിറ്റേ ദിവസം അവിടെ അടുത്ത് പോയി അവരുടെ പരാതി എഴുതി മേടിച്ചു. അവരുടെ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തു. അത് റിപ്പോർട്ട് ചെയ്തപ്പം ബിഷപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളോട് ലീവിൽ പോകാൻ പറഞ്ഞു. പക്ഷെ ബിഷപ്പിന്റെ വേറൊരു സംഘം അവിടെ ചെന്നിട്ട് ഇത് ഒതുക്കി തീർക്കാനുള്ള പണി നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തുപോയി 2 മാസം കഴിയുമ്പം അദ്ദേഹത്തിനെതിരെ വേറൊരു നടപടിയും ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് ശമ്പളവും പകുതി ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. മാത്രമല്ല, ഇദ്ദേഹം ബിഷപ്പിന്റെ ഏറ്റവും അടുത്തൊരു അനുയായി ആയതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങനെ തള്ളിവിടാനും പറ്റില്ല. ബിഷപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും പരിശുദ്ധനായി കാണുന്ന ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടറാണ്. സൗത്ത് കേരളയിലുള്ള ചാർജുള്ള ബിഷപ്പാണിത്. അപ്പം പുള്ളി ഇവിടെ നിന്ന് എല്ലാ തോന്നിയവാസവും ചെയ്ത് അവിടെ ഇപ്പം വിശുദ്ധനാണെന്ന് നോക്കുകയാണ്. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഇത് ജെനുവിൻ ഇഷ്യൂ ആണ്. ഇത് മലബാർ ഡയോസിസിനെയോ നമ്മുടെ കത്തീഡ്രൽ പള്ളിയെ ബാധിക്കുന്ന വിഷയം മാത്രമല്ല. ഇതൊരു ക്രിസ്ത്യൻ സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ പാതിരി എവിടെ ഉണ്ട്? അദ്ദേഹത്തെ തിരിച്ച് പള്ളി കയറ്റിയോ അതോ സസ്പെൻഷനിലാണോ? ഇല്ല, അദ്ദേഹത്തെ പള്ളി കയറ്റിയിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ മഞ്ചേരി മകളുടെ വീട്ടിലാണ്. പിന്നെ ഇതിനു മുൻപ് 2018 ഇദ്ദേഹം സുൽത്താൻ ബത്തേരിയിൽ പള്ളിയിൽ അച്ഛനായിരിക്കുന്ന നിൽക്കുമ്പം അവിടെ CSIയുടെ മലബാർ ഡയോസിസിന്റെ വിമൻസ് ഹോസ്റ്റൽ ഉണ്ട്. ഈ ഹോസ്റ്റലിന്റെ അവിടെയുള്ള അത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ അദ്ദേഹം സ്ഥിരമായിട്ട് എത്തി. പിന്നെ ആ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നിടത്തും അലക്കുന്നിടത്തും ഒക്കെ പോയിട്ട് പിന്നെ വേണ്ടാത്ത രീതിയിൽ നോട്ടമൊക്കെ നോക്കുന്നത് കൊണ്ട് അതൊരു കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേ ബിഷപ്പ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. എന്നിട്ട് അത് പിന്നെ അന്വേഷിച്ച് അവരുടെ ആ കുട്ടികളുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തി. അപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഈ ബിഷപ്പ് തന്നെ രാക്കുരാമാന സ്ഥലം മാറ്റി അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് പകരം ഈ വൈകൃത ഉള്ളവരെ പുറത്താക്കുന്നതിന് പകരം വേറൊരു പള്ളിയിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിച്ചു. പക്ഷെ ഇപ്പം വീണ്ടും ഇതേപോലെ ചെയ്തപ്പം വേറൊരു തൽക്കാലം ഒന്നും നിർത്തിയില്ലാത്തത് കൊണ്ട് 2 മാസത്തേക്ക് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുവരെ. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് എന്ന് പറയുന്നത് നല്ലൊരു പയ്യനാണെങ്കിലും അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. ഓക്കെ, ബോബി ചെമ്മണ്ണൂരിന്റെ. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഹോൾഡ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ അധികം ആരും പുറത്തുനിന്ന് ഇത് ചെയ്യാൻ ശ്രമിക്കാറില്ല. അതാണ് ഇവിടുത്തെ വേറൊരു യാഥാർത്ഥ്യം. പിന്നെ നമ്മുടെ ബിഷപ്പിന്റെ ഇവിടെയുള്ള എല്ലാ പരിപാടികളും അറിയുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ഉപദ്രവിക്കാനും ഈ ബിഷപ്പ് ശ്രമിക്കുന്നില്ല. ഉപദ്രവിക്കാനല്ല, ഒരു ന്യായമായ ശിക്ഷ നടത്തുന്നില്ല. ഈ സംഭവം അല്ലേ? നാട്ടിലെല്ലാവരും അറിഞ്ഞ് ബിഷപ്പിന് ആൾക്കാരൊക്കെ പോയി പറഞ്ഞു ഒരു തരത്തിലും പള്ളിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോരാ, ഇദ്ദേഹത്തെ ഒരാനുകൂല്യം കൊടുക്കാതെ പുറത്താക്കണം. കാരണം അതൊരു വലിയ ശിക്ഷയാണ് കൊടുക്കേണ്ടത് അയാൾക്ക്. പക്ഷെ അയാളൊന്നും ചെയ്യാതെ ഇപ്പം
പകുതി ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതിന് ഇയാളെ കുറിച്ച് ഒരു പോലീസ് കംപ്ലൈന്റ് ഒന്നും ആരും ഇതുവരെ കൊടുത്തിട്ടില്ലേ? ആരും ഇതുവരെ കൊടുത്തിട്ടുമില്ല. അതിനാരും മുതിരുന്ന ആ പള്ളിക്കാരും പോലും മുതിരുന്നില്ല. കാരണം എല്ലാവരും പിന്നെ എന്ത് പറഞ്ഞാലും സാറിന് അറിയോന്നറിയില്ല, എല്ലാവർക്കും അധികാരം മാത്രമേ സാധ്യതയുള്ളൂ നോക്കുന്നുള്ളൂ. ആരും ആരെയും ഇന്നല്ലെങ്കിൽ നാളെ ഈ പി ടി ജോർജിന്റെ സഹായം പലർക്കും വേണ്ടി വരും. അതിന് കോഴിക്കോടെല്ലാവരും ഇവനെ ഫേമസ് ആണ്. ഇവൻ ഇതുപോലെ ഈ നഗ്നത പ്രശ്നം സ്ഥിരം ചെയ്യുന്നവനാണോ പാർട്ടി? സ്ഥിരം പരിപാടി ആയത് കൊണ്ടല്ലേ 2017 ഇങ്ങനെ ഒരു ഇവൻ വേറൊരു വൈകൃത ഉള്ള ആളാണെന്ന് 2017 തന്നെ എല്ലാവരുടെ മുമ്പിൽ തെളിഞ്ഞതാണിത്. അത് എന്നിട്ടും അതിനൊരു നടപടി എടുക്കാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം വീണ്ടും ഇതേ പരിപാടി നടത്തിയത്. സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണുമ്പോൾ കുപ്പായവും പൊക്കി നിൽക്കുന്ന കർത്താവിന്റെ പ്രതിപുരുഷൻ ഇവനാണ്. വിശുദ്ധ കുർബാന കളിക്കുന്നത് ഇവനാണ്. ഇവന്റെ അളിഞ്ഞ കൈകൊണ്ടാണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ എന്നവകാശപ്പെട്ട് പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ചിറക്കി വിശ്വാസികളുടെ അതരത്തിൽ കുർബാന നൽകുന്നത്. ഇവന് ഓശാന പാടുന്ന ഒരു വിഷപ്പും ഇവന്റെ കൈകൂപ്പി ഇവന്റെ കൈമുത്തുന്ന കുർബാന കാണുന്ന കുറെ മുണ്ണക്കുഞ്ഞുങ്ങളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.